ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു മസാല ബിസ്ക്കറ്റാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ഷമീസ് കിച്ചൻ്റെ തൊട്ടടുത്തുള്ള ചുമന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പം ഓൾ എന്നെ പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിലാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ മസാല ബിസ്ക്കറ്റ് തയ്യാറാക്കി എടുക്കുന്നത്. ഫസ്റ്റ് നമുക്കിതിന് വേണ്ടി വേണ്ടത് ബട്ടറാണ്. ഞാനിപ്പോൾ ഒരു 50 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. ഇത് റൂം ടെമ്പറേച്ചറിൽ തണുപ്പൊക്കെ മാറ്റി വെച്ചിട്ടുള്ളതാണ്. അത് നമുക്കൊരു ബൗളിലേക്ക് ചേർക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാരയാണ്. ഒരല്പം മാത്രമേ നമ്മളിതിലേക്ക് മധുരം ചേർക്കുന്നുള്ളൂ. ഇതിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഹാൻഡ് വിസ്ക് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഞാനിപ്പോൾ പഞ്ചസാരയും ബട്ടറും എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. ഞാനിപ്പോൾ 1 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. 125 ഗ്രാം ഉണ്ടാവും. അപ്പോൾ അതുകൂടി ഈ ബൗളിലേക്ക് ചേർക്കാം. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പാണ്. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം, വലിയ ജീരകമല്ല ചെറിയ ജീരകമാണ്. പിന്നെ നമ്മുടെ ഈ മസാല ബിസ്ക്കറ്റിന് എരിവിന് ആവശ്യമായിട്ടുള്ള ചില്ലി ഫ്ലാക്സ് കൂടിയാണ്. 1 ടീസ്പൂൺ അളവിൽ അത് ചേർക്കുകയാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതാണ്. അപ്പോൾ ഏലക്കയുടെ നല്ലൊരു മണമെല്ലാം ഉണ്ടാവും. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ കൂടി. ഇത് ഇത്രയും ചേർത്തിട്ട് ഇതിലേക്ക് ഇനി ആവശ്യത്തിന് കുറച്ച് പാലും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കില്ലേ, ആ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് കൈവച്ചിട്ട് കുഴച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ആ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കാൻ കണക്കിന് മാത്രം കുറച്ച് പാലേ ചേർക്കാൻ പാടുള്ളൂ. കാരണം നമ്മളിതിലേക്ക് ബട്ടർ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഒരുപാട് പാലിൻ്റെ ആവശ്യമില്ല. ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തിയെടുക്കില്ലേ, ആ ഒരു രീതിയിൽ ഒരല്പം മാവ് വിതറിയതിന് ശേഷം നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇത്രയും കട്ടിക്ക് വേണം നമ്മൾ പരത്തിയെടുക്കാനായിട്ട്. ഒരുപാട് തിന്നായിട്ട് നമ്മൾ പരത്തിയെടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഒരുപാട് കട്ടിയായിട്ടും പരത്തിയെടുക്കാൻ പാടില്ല. ഈ ഒരു രീതിയിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിന് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു റൗണ്ട് കട്ടർ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ റൗണ്ട് കട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ബോട്ടിലിൻ്റെയൊക്കെ അടപ്പുണ്ടല്ലോ, അത് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്താലും മതിയാകും. അപ്പോഴത്തേക്കും ഇതുപോലെ നമുക്ക് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ കട്ടർ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും പ്രശ്നമില്ല. ഒരല്പം മാവ് കയ്യിലെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്താലും മതിയാവും. അതിനുശേഷം ഈ ഫോർക്ക് വെച്ചിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ ചെറിയ ഡിസൈനൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമുക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഇതുപോലെ എല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ എടുത്ത് വെച്ചിരിക്കുന്നത് കയ്യിൽ ഞാൻ പ്രസ് ചെയ്ത് മാറ്റിയതാണ്. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇച്ചിരി നല്ല കട്ടിയുള്ളൊരു കടായിയാണിത്. അപ്പോൾ ഇതുപോലെ ഒരെണ്ണം ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ കുക്കർ ആയാലും മതിയാവും. നമ്മൾ ഏതെടുത്താലും ഇച്ചിരി കട്ടിയുള്ളൊരു പാത്രം നോക്കി എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അത് ചൂട് കൂടിയിട്ട് കരിഞ്ഞിട്ട് പോകും. അതിൻ്റെ പേരിലാണ്. ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് ഇതുപോലെ ഒരു ചെറിയ ബൗൾ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ബിസ്ക്കറ്റ് എല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് അതുകൂടി വെച്ച് കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് ഈ കടായി നന്നായിട്ട് ചൂടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ചൂടാക്കിയെടുക്കണം. നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുത്താൽ മതിയാവും. നല്ലതുപോലെ ഫ്ലെയിം കുറഞ്ഞിട്ട് പോകാനും പാടില്ല, ഒരുപാട് കൂടിയിട്ട് പോകാനും പാടില്ല. ആ ഇടയ്ക്കൊന്ന് വെക്കണം നമ്മൾ. ഫ്ലെയിം ഇതുപോലെ മീഡിയത്തിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 20 മുതൽ 30 മിനിറ്റ് വരെ ഇങ്ങനെ വെച്ചിരിക്കാം. അത്രയും സമയം കൊണ്ട് നമ്മുടെ ബിസ്ക്കറ്റ് എല്ലാം നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ടാവും. ഇതുപോലെ ബേക്ക് ചെയ്തെടുക്കുന്നത് ഇത്രയും മാത്രമേ ഉള്ളൂ. ബാക്കി കുറച്ച് ബിസ്ക്കറ്റ് കൂടി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഓവനിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓവൻ ഉള്ളവർക്ക് ഓവനിലും തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഓവനിൽ തയ്യാറാക്കുമ്പോഴത്തേക്കും 180 ഡിഗ്രിയിൽ ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് മാത്രം ഒന്ന് ഓവനിൽ വെച്ചാൽ മതിയാവും. അപ്പോഴത്തേക്കും അതിൻ്റെ കളർ ചെയ്തതായിട്ടൊന്ന് മാറി തുടങ്ങും. ആ സമയമാകുമ്പോൾ നമുക്കിത് എടുക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ ശരി, കുറച്ച് സമയം ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇതിപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ ബിസ്ക്കറ്റ് എല്ലാം നല്ല സൂപ്പറായിട്ടൊരു ഗോൾഡൻ കളറിൽ വന്നിട്ടുണ്ട്.
ഇതിപ്പോൾ നമ്മൾ തൊട്ട് നോക്കുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇന്ന് വെച്ചിട്ട് ക്രിസ്പി ആയില്ല എന്ന് വെച്ചിട്ട് വീണ്ടും നമ്മൾ കുറേ സമയം കൂടി വെക്കരുത്, എങ്കിൽ പിന്നെ അതെല്ലാം കരിഞ്ഞിട്ട് പോകും. ഇത് നല്ല അതുപോലെ തണുത്തിട്ട് വരുമ്പോഴായിരിക്കും നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ശരി, നമുക്കിത് മാറ്റി ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. നമ്മുടെ ബിസ്ക്കറ്റ് എല്ലാം ഇപ്പം നല്ലതുപോലെ തണുത്തിട്ട് വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇപ്പം നമ്മുടെ ബിസ്ക്കറ്റ് ഉള്ളത്. ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ബിസ്ക്കറ്റ് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ ഓവനിൽ തയ്യാറാക്കി എടുത്തതാണ്. അപ്പോൾ 2 ബിസ്ക്കറ്റും നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എപ്പോഴെല്ലാം ബിസ്ക്കറ്റ് എല്ലാം കഴിക്കണമെന്ന് തോന്നുന്നു അപ്പോഴെല്ലാം നമുക്ക് വീട്ടിൽ തന്നെ ഒരു 10-20-30 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്കിത് നല്ലതുപോലെ ഇഷ്ടമാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഫ്രണ്ട്സ്.